ഹായ് ഗായ്സ്, എല്ലാവർക്കും എന്നാ ഉണ്ട് വിശേഷം? അപ്പോൾ നമ്മൾ സ്കോട്ട്ലാൻഡ് NC500 ട്രിപ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ ജോൺ ഓഫ് കണ്ടപ്പോൾ നമ്മുടെ വലിയൊരാഗ്രഹമായിരുന്നു അതുപോലെ കോൺവോളിലെ ലാൻസെൻഡിലും പോകണമെന്ന്. അപ്പോൾ നമ്മളൊരു വീക്കെൻഡ് കിട്ടിയപ്പോൾ പെട്ടെന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അറൗണ്ട് 4 to 5 hours ഡ്രൈവ് ഉണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന്. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ ചാർജ് ചെയ്യാനൊക്കെ കയറി. നമ്മൾ ഏകദേശം ഉച്ചയാകാറായപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ നമ്മളവിടെ ചെന്നപ്പോഴത്തേക്ക് ഏകദേശം 7 മണി 8 മണിയൊക്കെ ആയി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോകുന്നത് തിണ്ടകൽ കാസിലേക്കാണ്. അപ്പോൾ അതിൻ്റെ അടുത്തുള്ള കിങ് ആർത്തൂസ് കാർ പാർക്കിലാണ് നമ്മൾ നൈറ്റ് സ്റ്റേ ചെയ്തത്. അപ്പോൾ അവിടുത്തെ ക്യാമ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ തിണ്ടകൽ കാസിലേക്ക് പോവാണ്. നമ്മൾ രാവിലെ 7 മണിയൊക്കെ ആയപ്പോൾ തന്നെ അവിടെ നിന്ന് ഇറങ്ങി, സമയം വേണ്ടെന്ന് വിചാരിച്ചു. ശരിക്കും കാസിൽ തുറക്കുന്നത് ഒരു 9:30-10 മണിയൊക്കെ ആകുമ്പോഴാണ്. ഞങ്ങൾ നേരത്തെ പോയതുകൊണ്ട് ഞങ്ങൾക്ക് 2 ഗുണങ്ങളുണ്ടായി. അതെന്താണ് വീഡിയോ കുറച്ച് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ആ കാണുന്നതാണ് തിണ്ടകൽ കാസിലേക്കുള്ള എൻട്രൻസ്. നമ്മൾ കുറച്ച് നടന്നു. അപ്പോൾ അവിടുത്തെ റൂട്ട് മാപ്പും അവിടുത്തെ ഹിസ്റ്ററിയൊക്കെ എഴുതി വെച്ചേക്കുന്ന ഒരു ബോർഡാണ്. അത് കയറി ചെല്ലുമ്പോൾ തന്നെ കാണാൻ പറ്റും. അപ്പോൾ പോകുന്ന വഴിക്കായിട്ട് ഒരു ചെറിയ അരുവി പോലൊരു ഇത് ഒഴുകുന്നുണ്ട്. അപ്പോൾ അത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ ഈ നടക്കുന്ന വഴി കാണാൻ അടിപൊളിയാണ്. നേരെ നോക്കിയ ബീച്ചും അതുപോലെ തന്നെ ഇടയ്ക്കൂടെ കുറേ സ്റ്റെപ്പുകളും മേളിലേക്ക് പോകാനുള്ള ഹൈക്കിംഗ് റൂട്ടുകളും ഒക്കെ അവരിതിൻ്റെ ഇടയ്ക്കൂടെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ് ഞങ്ങൾക്ക് ഉണ്ടായ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് അതിക്രമിച്ച് കയറാൻ പറ്റി. അപ്പോൾ തിണ്ടകൽ കാസിൽ പോകുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും രാവിലെ വരിക, ഒരു 7 to 9 അല്ലെങ്കിൽ 6 to 9 ഒക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്കിതുപോലെ അതിക്രമിച്ച് കയറാൻ പറ്റും അറ്റ് യുവർ ഓൺ റിസ്ക്. പിന്നെ ബിസി ടൈംസ് ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾക്കൊക്കെ വന്നിട്ട് നല്ല ഫോട്ടോ എടുക്കാം. അതുപോലെ തന്നെ വീഡിയോസും ഫോട്ടോസും ഒക്കെ ആരുമില്ലാതെ ഫ്രെയിമിലൊന്നും വേറെ ആൾക്കാരൊന്നും ഇല്ലാണ്ട് എടുക്കാൻ പറ്റും. ഞങ്ങൾക്കിതിവിടെ പോയി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. പിന്നെ പറഞ്ഞ പോലെ അറ്റ് യുവർ ഓൺ റിസ്ക് ചാടിക്കിടക്കുക. ഒരുപാട് അപകടങ്ങളുണ്ടാകാൻ ചാൻസ് ഉണ്ട് സെക്യൂരിറ്റി ഗാർഡ് ഇല്ലാത്ത സാധ്യത കൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ച് സേഫായിട്ടിരിക്കുക. അപ്പം നമ്മൾ അതിൻ്റെ അകത്ത് കയറി. ഇതാണ് തിണ്ടകൽ കാസിൽ. അപ്പോൾ അവിടുത്തെ ഷെറിഫ് സ്റ്റൈലും അതുപോലെ അതിൻ്റെ റെമിനിസൻസും എല്ലാം ഇതുപോലെ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ മറ്റൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ബ്രിഡ്ജാണ്. അപ്പോൾ ഇതിൽ കയറണമെങ്കിലാണ്, ഇതിലും കാസലിൻ്റെ ഉള്ളിലും കയറണമെങ്കിലാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. അപ്പോൾ ബ്രിട്ടീഷ് ഹെറിറ്റേജ് മെമ്പർഷിപ്പ് ഉള്ളവർക്ക് ടിക്കറ്റിൽ എന്തോ ഡിസ്കൗണ്ടോ ഫ്രീ ആണോ അങ്ങനെ എന്തോ ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വരിക ടിക്കറ്റ് എടുത്ത് വരുന്നവർ. അപ്പം ആ ബ്രിഡ്ജിൽ കയറി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വ്യൂ പോയിൻ്റ് കാണാം. ഇത് ആ ബ്രിഡ്ജിൻ്റെ ഹിസ്റ്ററിയും ഇതൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൽ കയറി താഴെ എന്താണ് അല്ലെങ്കിൽ ആ സീ വ്യൂ പോയിൻ്റ് കാണാൻ പറ്റും. പിന്നെ ഇതൊക്കെയാണ് സ്റ്റെപ്പുകൾ. അപ്പം പല രീതിക്ക് 2 സൈഡിൽ നിന്നും ബ്രിഡ്ജിൻ്റെ 2 സൈഡിൽ നിന്നും സ്റ്റെപ്പുകൾ കൊടുത്തിട്ടുണ്ട്. നല്ല സ്റ്റെപ്പുകളുണ്ട്, ഒരുപാട് സ്റ്റെപ്പുകളുണ്ട്. അതുപോലെ മെർലിൻസ് കേവും ഇവിടെയുണ്ട്. ഞങ്ങളിപ്പോൾ അവിടെ കുറച്ച് നേരം നിന്നു, കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ കണ്ട് നമ്മൾ ഒരു സൈഡിൽ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങി നെക്സ്റ്റ് സൈഡിൽ പോയി കയറി.
അപ്പോൾ അടുത്ത ബ്രിഡ്ജിൻ്റെ അപ്പുറത്തെ സൈഡിലാണിത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഇതാണ് ഫേമസ് എല്ലാ ഫോട്ടോസിലും വീഡിയോസിലും ഒക്കെ കാണുന്ന ആ ഡോറ്, കോൺവോളിലെ മെയിൻ ടിൻഡകൽ കാസിലെ ആ ഡോർ ഇതാണ്. നമ്മളിത് തുറക്കത്തിലെന്നോർത്താണ് നോക്കിയത്, പക്ഷേ മുട്ടുവിൽ തുറക്കപ്പെടും, സംഭവം തുറന്ന് കിട്ടി എന്തായാലും. അപ്പം നമ്മൾ അവിടെയും കയറി. അപ്പം അങ്ങനെ കയറിയത് കൊണ്ട് നമുക്ക് ഈ ബ്രിഡ്ജിൽ കയറാൻ പറ്റി, ബാക്കിലൂടെ വന്നിട്ട്. അപ്പോൾ ഇതാണ് ആ ഡോറ് തുറന്ന് വരുമ്പോൾ എല്ലാ വീഡിയോസിലും ഫോട്ടോസിലും ഒക്കെ കാണുന്ന കാഴ്ച. ഇത് കണ്ടപ്പോൾ തൊട്ട് കുറച്ച് നാളായിട്ട് ഞങ്ങളുടെ ആഗ്രഹമാണ് ഇതിൻ്റെ അകത്തൂടെ കയറി കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കണമെന്ന്. അപ്പോൾ അത് നടന്നു. അപ്പോൾ നമ്മൾ ബ്രിഡ്ജിൽ കയറി വ്യൂ ഒക്കെ കണ്ടു. അവിടെ നിന്നുള്ള വ്യൂ പോയിൻ്റ് ഇതാണ്. ഒരു സൈഡിൽ നോക്കിയാൽ മെർലിൻസ് കേവും ഒരു ബീച്ച് വ്യൂവും, അപ്പുറത്തെ സൈഡിൽ ഇതുപോലെ തന്നെ അതിൻ്റെ ഒരു സൈഡിലായിട്ട് ടിൻഡകൽ കാസലിൻ്റെ റിമെയിൻസും കാണാം. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പിന്നെ താഴെ ഇറങ്ങി മതിലൊക്കെ ചാടിക്കടന്നു. അപ്പം ഞങ്ങൾ ഇറങ്ങാറായപ്പോൾ നല്ല മഴ തുടങ്ങി. അപ്പോൾ നമുക്ക് മഴവില്ല് കാണാൻ പറ്റി. എത്രയും നല്ല ഭംഗിയായിട്ട് മഴവില്ല് കാണാൻ പറ്റി. നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് നമ്മളിപ്പോൾ അതിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. ഈ കേവ്സിനെ പറ്റിയൊക്കെ പറയാനാണെങ്കിൽ എന്തൊക്കെയോ വലിയ ഹിസ്റ്ററികളുണ്ട്. കിങ് ആർത്തറും പിന്നെ മെർലിൻ എന്ന് പറയുന്ന ഒരു വിച്ച് പുള്ളിക്കാരിയുടെ കേവായിരുന്നു, അങ്ങനെ എന്തൊക്കെയോ ഹിസ്റ്ററിയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളതിനെക്കുറിച്ച് കൂടുതൽ ചെയ്യാനൊന്നും പോയില്ല. പിന്നെ അതിൻ്റെ സൈഡിൽ കണ്ട മറ്റൊരു മനോഹരമായ കാഴ്ചയായിരുന്നു ഈ വാട്ടർഫോള്. അത് നേരെ വന്ന് ഇതുപോലെ കടലിലേക്ക് ഒഴുകി പോകുന്നതാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ എൻട്രൻസിലെത്തി. അപ്പോൾ നമ്മൾ വേറൊരു സൈഡിൽ കൂടെയാണ് എക്സിറ്റ് വരുന്നത്. അപ്പോൾ അവിടെയാണ് ഈ സോനിയർ ഷോപ്പുകളും ചെറിയൊരു കഫേയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണിത്. അപ്പോൾ നമ്മൾ ഇറങ്ങിയപ്പോൾ ഓൾറെഡി മഴ പെയ്തു, പിന്നെ സ്റ്റാഫൊക്കെ വന്ന് തുടങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പതുക്കെ അവിടുന്ന് പോകാനുള്ള പരിപാടിയാണ്. ആ സ്റ്റെപ്പൊക്കെ പേടിച്ച് ഇറങ്ങിയിട്ട് നല്ല കാലുവേദന എടുക്കുന്നുണ്ട് ഇപ്പം തന്നെ. അപ്പോൾ ഓൾറെഡി നമ്മൾ ടയേർഡായി. ഇനിയിപ്പോൾ പോയി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് അടുത്ത സ്ഥലത്തേക്കുള്ള പോകാനുള്ള പരിപാടിയാണ്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.